സങ്കീർത്തനങ്ങൾ 39:3 വാക്യം. എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഹൃദയം കത്തുകയും നാവ് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യണം എന്നൊരു ചിന്തയാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. കുടപ്പുറപ്പുകളെ, തിരുവചനം ജീവനുള്ളതും ശക്തിയുള്ളതും ചലിക്കുന്നതുമായ ആത്മീയ ആയുധമാണ്. അതൊരുവനെ ചലിപ്പിക്കുകയും ഉറപ്പിക്കുകയും നിലനിർത്തുകയും പ്രവർത്തിപ്പിക്കുകയും ഉയർത്തുകയും സംസാരിപ്പിക്കുകയും സൗഖ്യമാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. വിളിക്കപ്പെട്ട ഒരു ദൈവപൈതലിനോട് തിരുവചനം സംസാരിക്കുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തി അവൻ്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുകയും തൽഫലമായി അവൻ്റെ ഹൃദയത്തിൽ ചൂട് പിടിച്ച് അവൻ നാവെടുത്ത് സംസാരിക്കുകയും ചെയ്യും. വിശ്വാസത്തിൽ ക്ഷീണിച്ച് കലങ്ങി മറിഞ്ഞ ഹൃദയാവസ്ഥയിൽ കഴിയുന്നവർ ദൈവവചനം കേൾക്കുവാൻ ഇടയാകുമ്പോൾ അവരുടെ ഉള്ളം കത്തുവാനും അവരിൽ പ്രത്യാശ നിറയുവാനും സന്തോഷം തുളുമ്പുവാനും ഇടയാകും. പ്രിയരെ, യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാർ വിശ്വാസത്തിൽ പതറി ഹൃദയത്തിൽ ഭയം നിറഞ്ഞവരായ യാത്രികരായിരുന്നു. ഉയർക്കപ്പെട്ടവനായ യേശു ഒരു പകൽ മുഴുവൻ അവരുടെ കൂടെ നടന്ന് വചനം തെളിയിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ സങ്കീർത്തനക്കാരനെ പോലെ അവർക്കും നാവെടുത്ത് സാക്ഷിക്കുവാനായി. ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങൾക്ക് അവൻ തിരുവെഴുത്തുകളെ തെളിയിച്ചു തന്നപ്പോൾ ഞങ്ങളുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു എന്നാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്. ദൈവവചനം അത്രയേറെ ശക്തിയേറിയതാണ്. ഹൃദയത്തിന് തിരുവചനത്താൽ ചൂടുപിടിച്ചവരും തുടർന്ന് ആ വചനം ധ്യാനിച്ചതിൻ്റെ വെളിച്ചത്തിൽ ഹൃദയം കത്തിയവരുമായ ഏതൊരു വിശ്വാസിയും തൻ്റെ നാവെടുത്ത് തൻ്റെ അനുഭവ സാക്ഷ്യം പറയുന്നവരായി തീരണം. തിരുവചന കേൾവിയാൽ ഹൃദയം കത്തിക്കൊണ്ടിരുന്ന ശിഷ്യന്മാർ അവർ അനുഭവിച്ചതും തിരിച്ചറിഞ്ഞതുമായ അനുഭവങ്ങളും സത്യങ്ങളും പ്രസ്താവിച്ചു. അത് ഒതുക്കി വയ്ക്കുന്നവനും മറച്ചു വയ്ക്കുന്നവനും ക്രിസ്തുവിനെ ഉയർത്തുവാൻ തനിക്ക് ലഭ്യമാകുന്ന അവസരം നഷ്ടപ്പെടുത്തുന്നവരായി ഭവിക്കുകയാണ്. ഇവിടെ കർത്താവ് തിരുവെഴുത്തുകളിൽ തന്നെക്കുറിച്ച് തന്നെ എഴുതപ്പെട്ടിരുന്ന കാര്യങ്ങൾ അവരുടെ കൂടെ നടന്ന് വെളിപ്പെടുത്തി കൊടുക്കപ്പെട്ട ശിഷ്യന്മാർ അവർ സാക്ഷീകരിച്ചതായ കാര്യങ്ങളിൽ ഒന്നു മാത്രമല്ല, എല്ലാം ഏറെ പ്രാധാന്യമുള്ളതായ കാര്യങ്ങളാണ്. അവർ തങ്ങൾ അറിഞ്ഞ തങ്ങളുടെ കൂടെ നടന്നവനായ നസ്രയനായ യേശു ആരെന്ന് സാക്ഷീകരിക്കുന്നു. യേശുവിനോട് തന്നെ യേശു ആരെന്ന കാര്യം അവർ പറയുന്നു. ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകൻ. നസറേനായ യേശു ക്രിസ്തു വാക്കിലും പ്രവൃത്തിയിലും ശക്തിയുള്ള പ്രവാചകനാണ്. അവൻ ദൈവത്തിനും മനുഷ്യർക്കും മുമ്പാകെ നല്ല സ്വീകാര്യവും സാക്ഷ്യവും പ്രാപിച്ചിരിക്കുന്ന രക്ഷകനാണ്. പാപത്തിൻ്റെ അടിമത്വത്തിൽ വീണുപോയ മനുഷ്യരെ വീണ്ടെടുക്കുന്നവനാണ് യേശു. വാക്കിൽ ശക്തിയുള്ളവൻ. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല. യോഹന്നാൻ 7:46 നമ്മൾ വായിക്കുന്നു. യേശുവിനെ പിടിച്ചു കെട്ടുവാൻ മഹാപുരോഹിതന്മാരും പരീശന്മാരും നിയോഗിച്ചയച്ച ചേവകർ അവനെ പിടിച്ചുകൊണ്ടുവരാതെ അവരെ അയച്ചവരുടെ മുൻപാകെ മടങ്ങിച്ചെന്നപ്പോൾ അവനെ പിടിക്കാതെ വന്നത് എന്ത് എന്ന ചോദ്യത്തിന് ചേവകരുടെ മറുപടി അവൻ വാക്കിൽ ശക്തിയുള്ളവൻ എന്നുള്ളതായിരുന്നു. ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ മറ്റാരും സംസാരിക്കുന്നത് ഞങ്ങൾ കേട്ടിട്ടില്ല എന്നാണ് അവർ പ്രസ്താവിച്ചത്. ശിഷ്യന്മാർ തങ്ങൾ നേരിട്ട പ്രാണഭയത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ശേഷം തങ്ങളുടെ ഗുരുവിനെ കുറിച്ച് തമ്മിൽ പറഞ്ഞത്, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ എത്ര അധികാരമുള്ളവൻ എന്നാണ്. അവൻ്റെ വാക്കിൽ മാത്രമല്ല, അവൻ്റെ പ്രവൃത്തിയിലും അവൻ മഹാൻ തന്നെ. അവൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവർ, അവൻ്റെ വാക്കിൻ്റെയും പ്രവൃത്തിയുടെയും വിടുതലും സന്തോഷവും അനുഭവിച്ചറിഞ്ഞവർ അവൻ്റെ നാമം ഉയർത്തുവാൻ, അവനെക്കുറിച്ച് സാക്ഷിക്കുവാൻ ബാധ്യസ്ഥരാണ്. കർത്താവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ
രക്തസ്രാവക്കാരി തൊട്ടപ്പോൾ കർത്താവിൽ നിന്ന് ശക്തി, വചനത്തിന്റെ ശക്തി തന്നെ പുറപ്പെട്ട് അവൾ സൗഖ്യം പ്രാപിച്ച് ആരും അറിയാതെ മടങ്ങിപ്പോകുവാൻ ശ്രമിക്കവേ, എന്നെ തൊട്ടതാർ എന്ന ചോദ്യം ഉയർത്തിയപ്പോൾ രക്ഷ പ്രാപിച്ച സ്ത്രീ ഭയപ്പെട്ട് കർത്താവിനരികിൽ മടങ്ങി വന്ന് താൻ പ്രാപിച്ച രക്ഷയെക്കുറിച്ച് പ്രസ്താവിച്ചു എന്ന് തിരുവചനത്തിൽ വ്യക്തമാക്കുന്നു. കർത്താവിൻ്റെ വാക്കിനാലും പ്രവൃത്തിയാലും ഉള്ളം കത്തുന്നവർ കർത്താവിനെ സാക്ഷിക്കണം. തങ്ങളുടെ നാവിൻ്റെ നിയന്ത്രണം ആത്മാവിന് തന്നെ വിട്ടുകൊടുക്കണം. കൂടപ്പിറപ്പുകളെ, നാം വിളിക്കപ്പെട്ടവരും തിരഞ്ഞെടുക്കപ്പെട്ടവരുമാകയാൽ നമ്മോടുകൂടെ കർത്താവ് നടക്കുന്നുണ്ട്. അവൻ തൻ്റെ വചനം നമുക്ക് തെളിയിച്ചു തരുന്നുണ്ട്. ആ വചനം കേട്ടിട്ട് നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം ഇന്ന് പ്രഭാതത്തിൽ അവരവരോട് തന്നെ ചോദിക്കുക. ശിഷ്യന്മാർ അത് സാക്ഷീകരിച്ചതുപോലെ നമുക്ക് സാക്ഷിക്കുവാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു ചോദ്യം. നമ്മുടെ ഉള്ളം തിരുവചന കേൾവിയാൽ കത്തിക്കൊണ്ടിരിക്കുകയും നമ്മുടെ നാവ് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാനും അവൻ്റെ അത്ഭുത പ്രവൃത്തികളെ വർണ്ണിക്കുവാനും ആത്മാവിൽ ചലിക്കപ്പെടട്ടെ. അതിനായി നമ്മുടെ നാവ് ഉയർത്തുക, നമ്മുടെ അധരങ്ങളെ തുറക്കുക. എങ്കിൽ മാത്രമേ കർത്താവിൻ്റെ ഇഷ്ടം നമുക്ക് നിറവേറ്റുവാൻ കഴിയുകയുള്ളൂ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കും. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് ധ്യാനിക്കുവാൻ ഞങ്ങൾക്ക് നൽകി തന്ന ഈ അനുഗ്രഹീതമായ സന്ദർഭത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വചനം കേൾക്കപ്പെട്ട ജനം കർത്താവെ, അവരുടെ വചനം കേട്ടപ്പോൾ തന്നെ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നോ എന്നൊന്ന് പരിശോധിച്ച്, ഇല്ല എങ്കിൽ വചനം കേൾക്കുന്ന മാത്രയിൽ ഹൃദയം കത്തിക്കൊണ്ടിരിക്കത്തക്ക നിലവാരത്തിൽ ഒരുക്കമുള്ളവരായി, സമർപ്പണമുള്ളവരായി, കർത്താവിൻ്റെ കരങ്ങളിലേക്ക് തന്നെ ഹൃദയത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നവരായി ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, വാക്കിൽ ശക്തിയുള്ളവനെ, പ്രവൃത്തിയിൽ ശക്തിയുള്ളവനെ, മഹാനായ കർത്താവിനെ തന്നെ സ്നേഹിച്ചു സേവിച്ച് സാക്ഷീകരിച്ച് മുന്നേറുവാൻ എല്ലാ പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും ജനം അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കണമേ. സൗഖ്യം ഇല്ലാത്തവർക്ക് സൗഖ്യം വ്യാപരിക്കട്ടെ. ഇന്ന് പകൽ അവർ സൗഖ്യം ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യുവാൻ, കർത്താവ് ചെയ്ത കാര്യങ്ങളെ പ്രസ്താവിക്കുവാൻ ഇടയാക്കണം. പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്ന പച്ച ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിച്ച് വഴി നടത്തട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവെടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.